എന്താ അപ്പോഴത്തേക്ക് അടുത്തെന്ന് പറയാം. ഇതാണോ റൂമ്? ലോട്ട്സ് ഹോട്ട്. ഹായ് ഗൈസ്, ഞാൻ പുതിയ റൂം എടുക്കാൻ പോവാണ്. സിംഗിൾ അപ്പാർട്ട്മെന്റ്. This is the entrance. Okay. ഹൊറിസോണ്ടലായിട്ട് കീ വാങ്ങിക്കാൻ പോകും. കീ, പുതിയ റൂമിൻ്റെ കീ. ജർമ്മനിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ അപ്പാർട്ട്മെൻറ്റ് എടുക്കുമ്പോഴുള്ള അവസ്ഥകളാണ് തരാം. സംഭവം വളരെ സിമ്പിളായിട്ട് പരിപാടി നടക്കും, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് നമ്മുടെ ചേട്ടൻ. Morning, Alvin. Hi. You are filming? Yes. So, What reason do you film? because he got a YouTube channel, so Is it okay for you? Yeah. I'm sorry. I didn't ask you. we won't film the whole thing, just the basics. To the keys. On the side, I think. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കിച്ചണുണ്ട്. കിച്ചൺ റൂം മാത്രമേ ഉള്ളൂ, പക്ഷെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ സാധനം ഇവിടെ ഫിക്സ് ചെയ്യണം. നമ്മുടെ സിങ്ക് തൊട്ട് സ്റ്റവ് തൊട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യണം. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അമ്മമാർക്ക് കിച്ചൺ കുക്കിംഗ് ഒന്നും വലിയ താല്പര്യമില്ല. ആ കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂം. അടിപൊളി. പിന്നെ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ട്. നമുക്ക് ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഇവിടെ വയ്ക്കാം. പിന്നെ ഈ കണക്ഷനൊക്കെ നമ്മൾ കൊടുക്കണം. പിന്നെ ഇത് ഹോളാണ്. ഹോളിൽ 2 ജനലയുണ്ട്. പിന്നെ ചെറിയൊരു ലൈറ്റ് ഇടാനുള്ള ഒരു പോർഷൻ ഇവിടെ പറ്റുകയാണെങ്കിൽ നമുക്കൊരു സോഫ ഇടാം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടി വി വയ്ക്കാം. സെറ്റ് പരിപാടിയല്ലേ. പിന്നെ ബെഡ്റൂം ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ ഹോൾഡറൊക്കെ ഉണ്ട്. അവിടെ ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ പ്രൈവസി ആയും ചെയ്തു. പിന്നെയുള്ളത് ബാത്റൂം. ഇവിടെ ഇത് ഫോൺ താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ലോക്ക് അൺലോക്ക് ആവും. പിന്നെ ലൈറ്റുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മുടെ LCB ഒക്കെ വരുന്നത്. പിന്നെ ഇത് ബാത്റൂമിന് ഇത് ബാത്ത് ടബ്. ഇവിടെ ഒരു കർട്ടൻ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് വാഷ് ബേസിൻ. പിന്നെ ഇത്തിരി കൺജസ്റ്റഡ് ആയതുകൊണ്ട് ഈ സംഭവം ടോയ്ലറ്റൊക്കെ ഉണ്ട്. വെള്ളമുണ്ട്. ഗൈസ്, ഞാനങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫർണിച്ചറുകളൊക്കെ എടുക്കേണ്ടി വന്നു. കാരണം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതും നമ്മൾ വാങ്ങിക്കണം. ഇവർ തരുമ്പോൾ, അതായത് ഏജൻസി ത്രൂ തരുമ്പോൾ നമുക്ക് 4 ചുമരും 2 ഡോർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് ഫർണിച്ചറുകളൊക്കെ വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു. ഇനിയിപ്പോൾ അതൊക്കെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. കാണിച്ചു തരാം. ആകെ തിക്കും തിരക്കായിട്ടാണ് കിടക്കുന്നത്. ടേബിള്, ചെയർ തൊട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. ചെറിയൊരു സോഫ വാങ്ങിച്ചു. പിന്നെ കിച്ചൺ മൊത്തം കണ്ടില്ലേ ഗൈസ്, ആകെ അലങ്കോലമാണ്. പക്ഷേ ഇതൊക്കെ അറേഞ്ച് ചെയ്യണം. ഈ കിച്ചണിൻ്റെ മുകളിൽ നമുക്ക് ഇതാ കിടക്കണ വാർഡ്രോബ് നമുക്ക് ഇതിന് മുകളിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു ഡ്രില്ലിങ് മെഷീൻ വേണം, അല്ലാണ്ട് നടക്കില്ല. പിന്നെ നമ്മൾ ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ ഫിറ്റ് ചെയ്തു. ഇവിടെ ബേക്ക് ഓവൻ. അപ്പോൾ കണക്ഷൻ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കണക്ഷൻ ഇതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ വാഷ് ബേസിനും വാഷിംഗ് മെഷീനും ഒരുമിച്ച് വരണം. എന്നാലേ കണക്ഷൻ നമുക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. സാധാരണ താഴെയാണ് വാഷിംഗ് മെഷീൻ വെക്കുക, പക്ഷേ നമുക്ക് താഴെ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇല്ലിപ്പോൾ. കുറച്ച് ഇതുണ്ട്, അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൊത്തം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. അപ്പോൾ കുറച്ച് തലവേദനയാണ്. പിന്നെ എന്താ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഹാളിലേക്ക് കിടക്കുന്നതാണ്, റൂമിലേക്ക് കിടക്കുന്നതാണ് ബെഡ്റൂം. വണ്ടർഫുൾ, കൊള്ളാല്ലേ. എല്ലാവരും കൊല്ലമായിട്ട് കിടക്കുന്നുണ്ട്.
കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇന്നലെ സാധനങ്ങളൊക്കെ വന്ന് ഇന്നലെ തന്നെ വൈകുന്നേരം കുറച്ചാക്കി ഇവിടെ ബെഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു. ഇപ്പോൾ കർട്ടനൊക്കെ കിടക്കണുണ്ടല്ലേ, കാരണം എൻ്റെ കയ്യിലുള്ള കർട്ടൻ ഉണ്ട്, പക്ഷേ ഒരു കർട്ടൻ വെക്കാനുള്ള ഹുക്കൊന്നുമില്ല. അപ്പോൾ അതും നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡ്രില്ലിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രില്ല് ചെയ്തിട്ട് ഇപ്പോൾ നാട്ടിലുള്ള പോലെ സംഭവം സെറ്റ് ചെയ്യാം. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രില്ലിംഗ് ഒക്കെ തലവേദനയാണ്. അപ്പോൾ നമുക്ക് പൈപ്പ് കിട്ടും ഇവിടെ നിന്ന്, അതായത് ഈ ചുമര് തൊട്ട് ആ ചുമര് വരെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പൈപ്പില്ലേ, അത് വെച്ചിട്ട് അതിൽ കൂടെ കർട്ടൻ ഇടാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. ഇനി കുറേ പണികളുണ്ട്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നല്ല അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വട്ടം കൂടി കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടേക്ക് മാറിയതിന് ശേഷം ഇലക്ട്രിസിറ്റി നമ്മൾ വേറെ പേ ചെയ്യണം. അപ്പോൾ അതിനൊരു കോൺട്രാക്ട് എടുക്കണം. കോൺട്രാക്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പിന്നീട് ഫൈൻ വരും. അതിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും, അതായത് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും, എപ്പോഴൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇന്നലെ തന്നെ അവർ വന്ന് പിന്നാലെ തന്നെ ഏജൻറ്റുമാർ വന്നു ഇലക്ട്രിസിറ്റി എടുക്കാനുള്ളത് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് സെറ്റായി കഴിഞ്ഞാൽ അതും സെറ്റായിട്ടുണ്ട്. 12 മണിക്ക് അപ്പോയിൻമെൻറ്റ് ഗൈസ്. അവർ വന്നു, ഇലക്ട്രിസിറ്റിയുടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. 12 മണിക്ക് അപ്പോയിൻമെൻറ്റ് പറഞ്ഞ് കറക്റ്റ് സമയത്ത് തന്നെ എത്തി. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് ഒരു ഇത് തരും, കോൺട്രാക്റ്റ് ഇന്ന നാളെ തൊട്ട് ഇതുവരെ. അപ്പോൾ നമുക്ക് ഒരു 40 സെൻസ് വരും ഒരു kW ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യണതിന്. ഇയർലി നമുക്ക് ഏകദേശം ഒരു 500 to 600 ആണ് റേഞ്ച് വരിക. അപ്പോൾ നമുക്ക് പെർ മന്ത് ഏകദേശം ഒരു ആ റേഞ്ചിൽ തന്നെ നമുക്ക് അടയ്ക്കേണ്ടി വരും, ഒരു €50 പെർ മന്ത് അടയ്ക്കേണ്ടി വരും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാളാണെങ്കിലും കോൺട്രാക്ട് എടുക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കമ്പയർ ചെയ്തിട്ടാണ് എടുക്കാൻ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് EVH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്ട് ഇതുണ്ട്, ഇലക്ട്രിസിറ്റി മെയിൻലി അവരാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അതിന് പാരലായിട്ട് കുറേ പേര് വരും. അപ്പോൾ വന്ന പിന്നാലെ തന്നെ വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കി, ഓക്കെ കുഴപ്പമില്ലാന്ന് തോന്നി, അപ്പോൾ അതെടുത്തു. പിന്നെ അതുപോലെ തന്നെ കുറേ ഉണ്ട്. ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം എല്ലാ റേഞ്ചും ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് കാര്യങ്ങളൊക്കെ ആക്കി. അപ്പോൾ നമ്മൾ ഈ ഒരു മാസം നമുക്ക് ഏകദേശം അവർ അടയ്ക്കേണ്ട, ഡിസംബർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നവംബറിൽ ചെറിയൊരു എമൗണ്ട് നമുക്ക് വരും. അത് EVH നിന്നായിരിക്കും വരിക, കാരണം ഇതിവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആൾ EVHൻ്റെ ഒരു ആളായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു എമൗണ്ട് നമുക്ക് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യം എന്തായാലും നോക്കണം, അല്ലെങ്കിൽ അത് പിന്നീട് ഫൈനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളെടുത്തില്ലെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഹീറ്റ് ഇലക്ട്രിസിറ്റിയുടെ ഒപ്പമാണോ എന്നുള്ളത്. പക്ഷെ അല്ല, നമ്മളത് റെൻറ്റിൻ്റെ കൂടെ അടയ്ക്കണം. ടൈം അത് ഓൺ ചെയ്തിട്ടാലും ഓൺ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് വലിയ മാറ്റം നഷ്ടമൊന്നും വരുന്നില്ല ഇലക്ട്രിസിറ്റിയിൽ കേട്ടോ. റെൻറ്റിൽ എന്തായാലും നമ്മൾ ആ പേയ്മെൻറ്റ് തന്നെ അടയ്ക്കണം. അപ്പോൾ നമുക്ക് റെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ €400 വരും ഏകദേശം. അത് സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞങ്ങൾ സിറ്റിയിൽ ഏകദേശം 400 ആണ് സിംഗിൾ അപ്പാർട്ട്മെൻറ്റിന് റെൻറ്റ് വരുന്നത്. ഒരു റൂം, ഒരു ഹോള്, കിച്ചൺ, ബാത്റൂം ഇതെല്ലാം ഉണ്ടാവും. ഗൈസ്, ഞാൻ മറ്റേ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ മുകളിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചുമരുമ ഈ സ്റ്റോറേജ് പിടിപ്പിക്കണമായിരുന്നു കിച്ചണിൻ്റെ. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അവർ €60 വേണമെന്ന് പറഞ്ഞു. അതായത് ആ സാധനം പിടിപ്പിക്കാനും സ്റ്റൗവും വാഷിംഗ് മെഷീനും സിങ്കും ഒക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മലയാളീസിന് അതൊക്കെ സർവ്വസാധാരണമായ വിഷയം പറഞ്ഞ പോലെ ഞാൻ തന്നെ ഇതൊക്കെ പിടിപ്പിച്ച്. അത് പിടിപ്പിക്കണമെങ്കിൽ എന്തായാലും ഡ്രില്ലിംഗ് മെഷീൻ വേണം, കാരണം ചുമര് തുളച്ചിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാതും ഇവിടെ തന്നെ ചെയ്ത് തൽക്കാലത്തേക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. കണ്ടോ, ഇത്തിരി അലങ്കോലമായിട്ട് തന്നെ ഇരിക്കണേ. എന്തായാലും എല്ലാം സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. മറ്റേ പറഞ്ഞ കർട്ടൻ പിടിപ്പിച്ചു ഈ സംഭവം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡ്രില്ലിംഗ് മെഷീൻ്റെ ആവശ്യമില്ല. നമുക്കിങ്ങനെ ചുമരിട്ട് വാൾ ടു വാൾ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് കിട്ടും, പൈപ്പ് കിട്ടും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തുളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എന്തായാലും ഡ്രില്ലിംഗ് മെഷീൻ വേണം നമുക്ക്. അവിടെ ചുമരുമ്പോൾ എന്തായാലും ഒരു ഇത് പിടിപ്പിക്കേണ്ട ആവശ്യമുള്ള കാരണം കൊണ്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു വൈഫൈയും സെറ്റ് ചെയ്തു, വോഡാഫോണിൻ്റെ ഒരു വൈഫൈയും സെറ്റ് ചെയ്തു. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ വൈഫൈ വേണം. വൈഫൈ മീൻസ് നെറ്റ് വേണം, അല്ലാണ്ട് ഇവിടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഇത്ര നാൾ ഷെയർഡിൽ നിന്നിട്ട് ഇങ്ങനെ സിംഗിൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. പിന്നെ എന്താ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി നോക്കണം, ഹീറ്റിംഗ് നോക്കണം, ഒരു എല്ലാ കാര്യങ്ങളും നോക്കണം. കാരണം ഇലക്ട്രിസിറ്റി നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് കൂടുതൽ കൊടുക്കണം. കുറവാണെങ്കിൽ അവർ പൈസ ഇങ്ങോട്ട് തരാമെന്ന് പറയണം. നമ്മളെന്തായാലും അത് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇലക്ട്രിസിറ്റി കുറവ് ഉപയോഗിക്കുന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഹീറ്റിങ്ങും. നമുക്കൊരു കൊല്ലത്തേക്ക് ഹീറ്റിങ്ങിനും കണക്കുണ്ട്. കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൈസ കൂടുതൽ കൊടുക്കണം, കുറവാണെങ്കിൽ തിരിച്ച് തരുമെന്ന് പറയണം. അറിയില്ല, കണ്ടറിയേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഭാഗ്യമുള്ളവർക്ക് മാത്രമാണ് നമുക്ക് ഈ ഫുൾ ഫർണിച്ചറുള്ള അപ്പാർട്ട്മെൻറ്റ് കിട്ടുള്ളൂ. അതും ഇപ്പോൾ താമസിച്ച ആൾക്കാർ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നമുക്ക് തന്നിട്ട് പോകും. അല്ലാണ്ട് നോർമലി നമുക്കിവിടെ ഒന്നും കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ചുമരും 2 ഡോറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചെയ്ത് തരണം.
അതാണ് ഇവരുടെ ഒരു കൾച്ചർ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയല്ലല്ലോ, നമുക്ക് അത്യാവശ്യം ഫർണിച്ചറുകൾ അത്യാവശ്യത്തിന് കിട്ടും. ഫ്രിഡ്ജും ഇലക്ട്രിക്കൽ ഐറ്റംസൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ ഇല്ല, കണ്ടില്ലേ. ഇപ്പം ഞാനെല്ലാം വാങ്ങിച്ച് ഒരു സെറ്റ് ചെയ്ത് ഇത് തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. ശരി, ബൈ.